അല്ല, ഇന്ന് ജൂൺ 19 ലോക വായനാ ദിനാണല്ലോ. അത് ഇന്നാണല്ലേ? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതെന്താണെന്ന് വെച്ചാൽ ജൂൺ 19 1996 മുതലാണ് ഇത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PM പണിക്കരുടെ ചരമദിനമായിട്ട് ആദരിച്ചുകൊണ്ടാണ് വായനാ ദിനം ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ വായനയുടെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിൻ്റെ ആവശ്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ തന്നെ വായനയുടെ പറ്റി വളരെയധികം മഹത്വങ്ങളല്ലേ പറയുന്നത്. അതെ, നമ്മുടെ പരിശുദ്ധമാക്കട്ടെ ഖുർആൻ തന്നെ അവിടുത്തെ ആദ്യത്തെ വാക്ക് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഇഖ്റ, വായിക്കൂ എന്ന വാക്കിലൂടെയാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇസ്ലാം എന്ന മതം വായനയ്ക്ക് എത്രയോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ പണ്ഡിതനായ നബവിയുമാണ്. മഹാനവറുകൾ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ എന്നെങ്കിലും 40 വർഷമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹം കണക്കില്ലാത്തത്ര രചനകൾ ചെയ്തിട്ടുണ്ട്, കുറേ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ അധികമായ വായനയും ചിന്തയുമാണ്. ഈ വായനയും ചിന്തയും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വെറുമൊരു ഹോബി മാത്രമല്ല, അത് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ വ്യക്തിത്വത്തെ കുറച്ചും കൂടി ഊർജപ്പെടുത്താൻ അത് കാരണമാക്കുന്നുണ്ട്. ഈ മധ്യകാല നൂറ്റാണ്ടുകളിൽ വായനയ്ക്ക് വളരെയധികം പ്രസക്തി ഉണ്ടായിരുന്നില്ലേ? അതെ, അബ്ബാസിയ കാലഘട്ടത്തിൽ ഖലീഫ ഹാറൂൺ റഷീദ് സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ അതൊരു വലിയ ഗ്രന്ഥശാലയായിരുന്നു. കുറേയധികം ഭാഷയിലുള്ള പുസ്തകങ്ങളും അറബിയിലും ഗ്രീക്കിലുമെല്ലാം ഉള്ള പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമില് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇഖ്റ, അത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, പരിശുദ്ധമാക്കപ്പെട്ട ലോകത്തെ പടച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു ആത്മീയ വശം അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഭൂമി പടച്ച അള്ളാഹുവിനെയും അവൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും അവിടെ ചിന്തിക്കാനും പഠിക്കാനുമാണ് അവിടെ പഠിപ്പിച്ചത്. വായിക്കാനും എല്ലാത്തിനും പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ തന്നെ തുടങ്ങുന്നത്. വളർന്നു വരുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ഫോണിന്റെ അഡിക്ഷനായി മാറുകയാണ്. അവർ പുസ്തകത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കുമൊന്നും തിരിയാതെ അവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശസ്ത ചൊല്ലുണ്ടല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അത് എത്ര അർത്ഥകരമാണല്ലേ? അതെ, സത്യം. കാരണം നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ഓരോ TV സ്ക്രീനുകളും നാം ഉപയോഗിക്കുന്ന ഈ മൈക്ക് പോലും ഓരോ മനുഷ്യരുടെ നമ്മളുടെ മുൻകാലത്തുള്ള ഓരോരോ ആളുകൾ വായിച്ച് പഠിച്ച് അവരുടെ വായനയിൽ നിന്നും ചിന്തിച്ചുകൊണ്ടും ഉണ്ടാക്കിയ കഴിവ് കൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ കാലത്ത് ഈ വായനയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുതലമുറയിലെ ഭൂരിഭാഗം ജനങ്ങളും അവരുടെ ലോകത്തിലേക്ക്, അതായത് അവരുടെ കയ്യിലുള്ള ഓരോ സ്മാർട്ട് ഫോണിലെ റീൽസിലും ഷോർട്സുകളും എല്ലാം കണ്ടിട്ട് അതിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് സ്വന്തം പ്രകൃതിയോ സ്വന്തം മാതാപിതാക്കളോ ഒന്നും അറിയാതെ വായിക്കുകയും ചിന്തിക്കുകയും ഒന്നും ചെയ്യാതെ അവരതിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ പുതുതലമുറയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പുതിയ തലമുറയെ വായനയിലേക്കും ചിന്തയിലേക്കും നയിക്കുന്ന പദ്ധതികളും സംരംഭങ്ങളും എല്ലാം